ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നും ചെറിയൊരു യൂണിവേഴ്സിറ്റി വ്ളോഗാണ്, ബട്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇന്ന് വിൻ്റർ സെമസ്റ്ററിലെ ലാസ്റ്റ് ക്ലാസ് ആണ്. അതായത് ഇനി ഞങ്ങൾക്ക് സമ്മർ സെമസ്റ്ററിലെ ക്ലാസ് ഏപ്രിൽ സെക്കൻഡ് വീക്കാണ് തുടങ്ങുള്ളൂ. അപ്പോൾ ഇന്ന് ലെക്ചേഴ്സ് ഫുൾ കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ എക്സാംസ് ആണ്. തേർഡ് വീക്ക് തുടങ്ങി മാർച്ച് ലാസ്റ്റ് വരെ എക്സാംസ് ആണ്. ഇപ്പോൾ കണ്ടിന്യൂസ്ലി അല്ല എക്സാംസ്, നമുക്ക് റാൻഡം ആയിട്ടുള്ള ഡേയ്സിലാണ് എക്സാംസ്. അപ്പോൾ എക്സാംസ് ഇല്ലാത്ത ദിവസമൊക്കെ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് യൂണിവേഴ്സിറ്റി പോകണം. ഒരു ലെക്ചർ ഉണ്ട് 10 മുതൽ 1 വരെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഡേ ആയിട്ട് ചുമ്മാ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് കാണാം. സോ പിന്നെ റെഡിയായി. അതിന് മുന്നേ ഞാൻ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പോണതിന് മുന്നേ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം. സാധാരണ രാവിലെ ലെക്ചേഴ്സ് ഉള്ള ദിവസങ്ങളിൽ ഓട്സ് അല്ലെങ്കിൽ സ്മൂത്തി അല്ലെങ്കിൽ ബ്രെഡ് ഇതൊക്കെയാണ് മെയിനായിട്ട് കഴിക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഓട്സും ബനാനയൊക്കെ ഇരിക്കണോണ്ട് ഞാൻ സ്മൂത്തി അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്സും ബനാനയും പിന്നെ ഷുഗർ ഓപ്ഷണലാണ്. ഹെൽത്തി നോക്കുന്നവർക്ക് ഷുഗർ കളയാം. പിന്നെ ഞാൻ കുറച്ച് ഐസ്ക്രീം ഇട്ട് പിന്നെ നമുക്കിതുപോലെ നട്ട്സും പാലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് സ്മൂത്തി അടിച്ച് കുടിക്കാം. നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ജാറ് വാങ്ങിയിട്ട് എന്തായാലും വരാം. കാരണം ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ അതുപോലെ ഷേക്കൊക്കെ നമുക്ക് കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ അടിച്ചു കുടിക്കാം. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്, ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ബ്രെഡും ബനാന സ്മൂത്തിയാണ് കഴിച്ചത് രാവിലെ. ഇനിയിപ്പോൾ ഒരു 8 മണിയായി. ഇനി 9:45 ക്ലാസ്. അപ്പോൾ ഇനി കഴിച്ചിട്ട് റെഡിയൊക്കെ ആയിട്ട് വേണം ഇനി പോവാൻ. രാവിലെ ഇങ്ങനെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നാട്ടിലെ ഫുഡൊക്കെ ശരിക്കും മിസ് ചെയ്യും. രാവിലത്തെ അപ്പവും ഉമ്മച്ചിയുടെ മുട്ടക്കറിയും പുട്ടും കടലക്കറിയും എല്ലാം. നമ്മളിവിടെ ഈ ബ്രെഡും ഇതുപോലെ ചായയും കുടിച്ചൊക്കെയാണ് നമ്മളിവിടെ ജീവിച്ചു പോണേ. സോ എൻ്റെ ഈസി പീസി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കഴിച്ചു ഇനിയിപ്പോൾ പോവാണ്. ഒരു എല്ലാവർക്കും അറിയായിരിക്കും, മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ഒരു ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 7-10 മിനിറ്റ്സ് നടക്കാനുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് ഡയറക്റ്റ് ബസ്. അപ്പോൾ ഞാൻ പോണ വഴി കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി യൂണിവേഴ്സിറ്റിയിലെത്തിയിട്ട് കാണാം. ബൈ, ടാറ്റാ. ഞാൻ ഇപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയൊക്കെയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് തീരെ പ്രഡിക്റ്റബിൾ അല്ല. കുറച്ച് ദിവസം മുന്നേ വരെ നല്ല സ്നോ ആയിരുന്നു, പിന്നെ മഴ. ഇപ്പോൾ മഴ പെയ്യുന്നില്ല, ബട്ട് വെതറിൽ പറയുന്നത് എപ്പോൾ വേണമെങ്കിലും പെയ്യും എന്നാണ്. അതുകൊണ്ട് എപ്പോഴും കുട എടുത്തിട്ട് വേണം നടക്കാൻ. അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോണ വഴി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് കാണാനൊക്കെ. ഞാൻ അങ്ങനെ നടന്നിവിടെ എത്തി. ബട്ട് ഞാൻ ഒരു 4 മിനിറ്റ്സ് മുന്നേ എത്തി. നമ്മൾക്ക് പോകാനുള്ള ബസ് പക്ഷേ ഇവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. ബസ് നമ്പർ 6 ആണ് നമുക്ക് പോകേണ്ടത്. എന്തായാലും പുറത്തുനിന്ന് തണുപ്പുള്ളതിനേക്കാളും ഭേദമാണ് ബസ്സിൻ്റെ അകത്ത് കയറിയിരിക്കുന്നത്. ബസ് എന്തായാലും ഒരു 4 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കറക്റ്റ് 4 മിനിറ്റ് കഴിഞ്ഞ് ബസ് എടുത്തു. നമ്മൾ ഒരു 10 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഈ യൂണിവേഴ്സിറ്റി സ്റ്റോപ്പിലെത്തി. എന്തായാലും റിറ്റി ഇവിടെ അടുത്ത് തന്നെ താമസിക്കണം. അവൾക്കും ക്ലാസ്സിൽ വരാനുണ്ട്. റിറ്റി ദേ വരുന്നു നമ്മുടെ റിറ്റി. അപ്പോൾ നമ്മളിനി 2 പേരും കൂടെ ഒരുമിച്ചിട്ടാണ് ഇനി ക്ലാസ്സിലേക്ക് പോണത്. ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് ക്ലാസ്സിൽ പോവാണ്. ആരും വന്നിട്ടില്ല. ആകെ 8 പേരുള്ളൂ ആ ലെക്ചറിൽ. പക്ഷെ അറിയാവുന്ന ആരും വന്നിട്ടില്ല, ലാസ്റ്റ് ദിവസമായതുകൊണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെ ക്ലാസ്സുകളൊന്നും മിസ്സാക്കില്ല. റിറ്റി പ്രത്യേകിച്ച് ഒറ്റ ക്ലാസ്സും മിസ്സാക്കില്ല. കാരണം യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ റിറ്റി താമസിക്കണം. അതുകൊണ്ട് 1 മിനിറ്റ് മുന്നേ വന്നാൽ മതി ക്ലാസ്സിൽ. എല്ലാ ദിവസവും ക്ലാസ് ഇല്ലെങ്കിലും ഞാൻ യൂണിവേഴ്സിറ്റിക്ക് വന്ന് ക്ലാസ്സിലിരിക്കും. റിറ്റി ഈ സമയം കൊണ്ട് പഠിച്ചു തീരും. അത്ര പ്രോയാ. ഇല്ല, സമ്മനുണ്ടാവും, മരീഹ ഉണ്ടാവും. അവളെപ്പോഴും വൈകി വരുള്ളൂ, എന്നിട്ട് മുങ്ങാൻ ചെയ്യും. കാണാൻ പോകുമോ? റിറ്റിക്ക് മടിയാണ് ഗൈസ്. ഒത്തിരി ദൂരം വരുന്നോണ്ടേ കൊറേ നടന്നല്ലേ വരണേ. അതുകൊണ്ട് ലിഫ്റ്റിലെ പോകുള്ളൂ. പിന്നെ എത്ര മണിക്ക്
അങ്ങനെ നമ്മൾ ക്ലാസ്സിലെത്തി. ഇത് ആക്ച്വലി മാസ്റ്റേഴ്സിൻ്റെ മെയിൻ സബ്ജക്റ്റ് ഒന്നുമല്ല, ഇൻ്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് വരലും വളരെ കുറവാണ്. കാരണം ഇത് കൂടുതലും കമ്മ്യൂണിക്കേഷൻ ഡിസ്കഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും, അല്ലാതെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ റിലേറ്റഡ് ടെക്നോളജിയും കാര്യങ്ങളൊന്നുമല്ല. ഇന്നാണെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സായിട്ട് ആകെ മൂന്ന് സ്റ്റുഡൻസേ വന്നിട്ടുള്ളൂ. ഇവിടെ റിറ്റി ആദ്യമേ തന്നെ ഉറക്കം തൂങ്ങി തുടങ്ങി ക്ലാസ് വന്നപ്പോൾ തന്നെ. സ്റ്റുഡൻസ് കുറവായതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് മിസ് നമ്മൾ ഈ സബ്ജക്റ്റ് റിലേറ്റഡ് ഒരു ഫിലിം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫിലിം ഇട്ടു. ഇപ്പോൾ ഒരു തുർക്കിഷ് ഫാമിലി ജർമ്മനിയിൽ വന്ന് സെറ്റിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കൾച്ചറൽ ഷോക്കും കൾച്ചറൽ ഡിഫറൻസസും അതൊക്കെയായിരുന്നു നമ്മൾ കണ്ട ഫിലിമിൻ്റെ സ്റ്റോറി ലൈൻ. സോ അപ്പോൾ ഞങ്ങൾ സിനിമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്കൊരു 15 മിനിറ്റ്സ് ബ്രേക്ക് തന്നു. ഇന്ന് ആകെ 3 പേര് ഇവിടെ ഉള്ളൂ, ഞങ്ങൾ 3 ഗേൾസ് മാത്രം. തുടങ്ങിയപ്പോൾ മുങ്ങുന്നു പറഞ്ഞ കുട്ടിയാണ് ആ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരും മിസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മിസ്സിനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാണ്. ഗിവ് മീ എ ബൈ. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ റിറ്റിയുടെ റൂമിൽ വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ. റിറ്റി എന്തോ സ്പെഷ്യലൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് റിറ്റിയുടെ ഫ്രണ്ട് വന്നപ്പോൾ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചപ്പാത്തിയും ബീഫും കൂട്ടിയാണ് കഴിക്കണത്. അങ്ങനെ ഫുഡ് റെഡി കഴിഞ്ഞ് നമ്മളിനി ഷോപ്പിങ്ങിന് പോവാണ്. ഇത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ നമ്മൾ സിറ്റി സെൻറ്ററിലാണ് പോകുന്നത്. അവിടെ കുറച്ച് ഷോപ്സിലൊക്കെ കയറാനുണ്ട്, കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങാൻ. അപ്പോൾ നമ്മളിപ്പോൾ എമിലിയ വർക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ വന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ DM-ലേക്കാണ് പോണത്. റിറ്റിക്ക് അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യണ ലിക്വിഡ് സൊല്യൂഷൻസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ റിറ്റി അപ്പോൾ അതിൻ്റെ ഫോട്ടോയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ DM-ൽ അത് തപ്പി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് സാധനം കിട്ടാനുള്ള തന്ത്രപ്പാടിലാണ് റിറ്റി. എല്ലാ പ്രൊഡക്ട്സും ജർമ്മനിലായതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ റിറ്റി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് കറക്റ്റ് ഏതാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രാൻഡിൻ്റെ തന്നെ പല മോഡലുണ്ട്. സ്ക്രബിംഗ് മിൽക്ക്, പർപ്പിൾ ക്ലീനിങ് ഓഫ് കിച്ചൺ ആൻഡ് ബാത്റൂം, സോറിംഗ് മിൽക്ക്. നിനക്കൊണ്ട് സാധനം കിട്ടിയ ടീമിനോട് അവസാനം നോക്കി വന്നത് തന്നെ കിട്ടി. നമ്മളപ്പോൾ അത് അവിടെ നിന്ന് വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വൂൾവർത്തിൽ പോയി. ഈ ടാഗ് എവിടെ കളയാ? റിറ്റി ടാഗ് ഹൈഡ് ചെയ്തു ഗൈസ്. എവിടെയാ ടാഗ് എന്ന് കണ്ടുപിടിക്കൂ. ന്യൂ ഇയർ 2024ൻ്റെ ഭാഗമായി റിറ്റി ജിമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ ജിം വെയർ തപ്പിക്കൊണ്ടിരിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അങ്ങനെ ഒന്നും വാങ്ങാതെ ഞങ്ങളുടെ കടയിൽ നിന്നും ഇറങ്ങി. ഫുൾ ഡേയിൽ പുതിയതായിട്ട് വന്ന കടയാണ് ആക്ഷൻ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ കിട്ടും. അവിടെ കപ്പലണ്ടി മിഠായി, ട്രോളി വേണോ റിറ്റിക്ക്? ഹണി ഹണി. അങ്ങനെ ജിം വെയർ വാങ്ങാൻ ആക്ഷനിൽ വന്ന റിറ്റി ജിം വെയർ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങി. ഞാനും അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. നമ്മളത് ബില്ല് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ചിക്കൻ വാങ്ങാൻ തുർക്കി കടയിൽ പോകണം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു തുർക്കിഷ് ഷോപ്പ് അനഡോളു. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് വെജിറ്റബിൾസ് എല്ലാം കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഹലാലായിട്ടുള്ള ചിക്കൻ. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി ഇവിടെ നിന്നാണ് ചിക്കനൊക്കെ വാങ്ങൽ, മറ്റേ ഷോപ്സിനേക്കായും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചിക്കൻ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ബാക്കി ഷോപ്സ് വെച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് വെജിറ്റബിൾസിനൊക്കെ കുറച്ച് പ്രൈസിയാണ്. ബട്ട് നമുക്ക് ഫ്രഷായിട്ട് ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും കിട്ടും. പിന്നെ മീറ്റും ചിക്കനും ലാമ്പും ഫിഷും ഒക്കെ ഇവിടെ നിന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് എപ്പോഴും വാങ്ങൽ.
നമ്മുടെ നാട്ടിലെ പച്ചമുളകൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പച്ചമുളകും മെയിനായിട്ട് ഇവിടെ നിന്നാണ് വാങ്ങൽ. അപ്പോൾ നമ്മൾ മല്ലിയിലയും പച്ചമുളകൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് ബില്ല് ചെയ്യാണ്. അങ്ങനെ ഇവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ പർച്ചേസിങ് ഒന്നുമില്ല, നേരെ റൂമിലേക്കാണ്. റിറ്റി വേറെ സ്ഥലത്തേക്കും ഞാൻ വേറെ സ്ഥലത്തേക്കും നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അങ്ങനെ റിറ്റി ഇറങ്ങി. അത് കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ സ്റ്റോപ്പ്. റിറ്റിയുടെ കാർഡൊന്ന് മിസ്സായി. അതാണ് ആ കഥയുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. ഹലോ, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ വിൻ്റർ സെമ്മിലെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. എല്ലാവരും കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാനും റിറ്റിയും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിക്കായിരുന്നു. ഇപ്പോൾ പർച്ചേസിങ് കഴിഞ്ഞ് 6 മണിയായി. റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ കണ്ടൻറ്റായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.